കിളിക്കുള്ളിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ബർത്ത്ഡേ ഒക്കെ നല്ല ആഘോഷിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മളെ ഭാസ്കരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട് നിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് എന്നാൽ ഞാനൊരു പാട്ടൊക്കെ പാടി തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നിധിക്കൊരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ ഒരു കേക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭാസ്കരനെ അറിയാതെ നമ്മളെ സുധീഷാണെങ്കിൽ നിധിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്ക് റെഡിയാക്കി ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ കേക്കിനകത്ത് നിന്ന് നമ്മളെ ഭാസ്കരൻ്റെ കാലറിയാതെ നിന്ന് അതിനകത്ത് അങ്ങ് മുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നമ്മളെ സുധീഷിനാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരുന്നുണ്ട്. കാര്യം അതിനകത്ത് ഇപ്പോൾ നമ്മളെ നിധിക്ക് വേണ്ടി പ്രത്യേകം ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നല്ലോ. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ സുധീഷാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മളെ ഭാസ്കരനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇന്ന് നല്ലൊരു ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുധീഷിനെ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ കേക്ക് എടുത്ത് കൊണ്ട് കളയാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാര്യം സുധീഷാണെങ്കിൽ അതിനകത്ത് ഹാർട്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ഭാസ്കരൻ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ സുധീഷ് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മളെ ഭാസ്കറിൻ്റെ കാലിൽ നോക്കുമ്പം നമ്മൾ കേക്കിനകത്ത് വെച്ചിരുന്ന ഹാർട്ടൊക്കെ നമ്മളെ ഭാസ്കറിൻ്റെ കാലിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷിനാണെങ്കിൽ ഒന്നുകൂടെ ദേഷ്യം വരുന്നത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഹിന്ദിക്കാരനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പം ആ ഒരു ദേഷ്യത്തിന് നമ്മളെ സുധീഷ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ഭാസ്കറിൻ്റെ കാലിൽ. അപ്പം ഭാസ്കരൻ എണീറ്റിട്ട് വഴക്കൊക്കെ പറയും നീ എന്തോ കാണിക്കുന്നത് ഞാൻ ഉറങ്ങുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് സുധീഷിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഭാസ്കരൻ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ ഹരീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ ഇങ്ങനെ ഇത്രയും ദേഷ്യം എന്ന് വയ്ക്കുന്ന സമയത്ത് നമ്മളെ സുധീഷ് പറയുന്നുണ്ട് അത് നിനക്കറിയത്തില്ല. കാര്യം ഞാൻ എത്ര നേരം എന്നറിയാമോ ആ ഒരു കേക്ക് കടയിൽ ഒരു 10-30 മിനിറ്റ് എൻ്റെ വെറുതെ സമയം പോയി. ഞാൻ പറയുന്ന ഭാഷ അയാൾക്ക് മനസ്സിലാവുന്നില്ല, അയാൾ പറയുന്ന ഭാഷ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞൊക്കെ ഞാൻ ആ കേക്ക് എത്രയും ഒരിതായിട്ട് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കാൻ നമ്മളെ നിധിയാണെങ്കിൽ ഓഫീസിൽ പോകാനൊക്കെ റെഡിയായൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ബർത്ത്ഡേ വിഷസൊക്കെ പറയുന്നുണ്ട് നമ്മളെ നിധിക്കാണെങ്കിൽ. അങ്ങനെ പിന്നെ നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് അവിടെ നിന്ന് പറയും ഞാൻ പറഞ്ഞിട്ടാണ് പായസമൊക്കെ വെച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എപ്പോൾ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് അവൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു മോളെ പായസം വെക്കണമെന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ നിധി പായസം കുടിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് മോളെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പം നമ്മൾ സുധീഷ് പറഞ്ഞു ആ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടൻ പറഞ്ഞേ നീ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നേ. അങ്ങനെ നമ്മൾ നിധി പറയുന്നുണ്ട് ഡ്രസ്സ് അപ്പം എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് സുധീഷാണെങ്കിൽ തുള്ളിച്ചാടി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഗിഫ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കളറിലുള്ള സാരി കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് ആ സാരിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് നിധി അത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ആ സാരി എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ നിധിയാണെങ്കിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം നമ്മളെ നിധി അത് വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ അത് ഉടുത്തൊക്കെ വന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് ഇനി ഇടത്തി അതുകൊണ്ട് അലമാര വയ്ക്കാൻ വേണ്ടിയാണോ പോകുന്നതെന്നും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നികേഷൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിധിയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ടാണെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ സാറ് പറയുന്നുണ്ട് ശരി വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിധിയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കിത് നേരത്തെ പോകണം പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞാൽ കുഴപ്പമില്ല പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിദ്ധാർത്ഥ് നമ്മളെ നിധിയെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ നിധിക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ നിധിക്ക് ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് ബർത്ത്ഡേ ഒക്കെ വിഷസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒക്കെ മുറിച്ചെന്ന് വയ്ക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് അത് ഇന്നലെ രാത്രി തന്നെ 12 മണിക്ക് മുറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഇന്ന് ബർത്ത്ഡേ ആണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ അപ്പം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓഫീസിൽ വെച്ചൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞപ്പം നിധി ചോദിക്കുന്നത് ഞാനെന്താ സ്കൂൾ കുട്ടിയാണ് മുട്ടായും കൊണ്ടുവന്നിട്ട് ബർത്ത്ഡേ ആണെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ പിന്നെ സിദ്ധാർത്ഥിന് ഒരു ഐഡിയ ഒക്കെ തോന്നി ഒരു കടയിൽ നിർത്തി നിധിക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള രീതിയിലുള്ള ഒരു ബോക്സിലൊക്കെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നിധി പറയുന്നുണ്ട് എന്നെ ഒന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് ആക്കി തരാനൊക്കെ പറയുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു എന്താണെന്നൊക്കെ നമ്മൾ സിദ്ധാർത്ഥ് ചോദിക്കുമ്പം എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ഗോപി സാറിനെ കണ്ടിട്ടാണെങ്കിൽ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോപി സാറ് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ ഇതെനിക്ക് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ആരാ പറഞ്ഞത് ഇന്നാളും ഇതെനിക്ക് ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.